my dear wrong number. ഹലോ, ലിജിൻ എന്ന് പറയുന്ന കുട്ടിയുടെ രക്ഷകർത്താവല്ലേ? അതെ. ഈ പരീക്ഷയുടെ രജിസ്റ്റർ നമ്പർ ഒന്ന് പറയാൻ അറിയാവോ? 197 ആണോ? ലിജി, നിന്റെ രജിസ്റ്റർ നമ്പർ 103-687 അല്ലേ? അതില് നമ്മളിപ്പോ റിസൾട്ട് വന്നതിൽ ഒരു ചെറിയ വിഷയമുണ്ട് കേട്ടോ. മലയാള സെക്കൻഡിന് D+ ഉള്ളു. അപ്പൊ അവിടെ ഏത് റിസൾട്ടാ വന്നിരിക്കുന്നതെന്ന് പറയാവോ? മലയാള സെക്കൻഡിന് ഇപ്പോഴത്തെ ഇതില് D+ ആണെന്ന്. ഇവിടെ നിനക്ക് എത്ര വന്നത് മലയാള സെക്കൻഡിന്? ഇത് അമ്മയല്ലേ? അതെ. റിസൾട്ട് നമ്മൾ ചെറിയൊരു പ്രശ്നം വന്നതെന്ന് പറഞ്ഞാൽ മലയാള സെക്കൻഡിലാണ് കുറച്ച് വിഷയം വന്നിരിക്കുന്നത്. അത് വാല്യുവേഷൻ നടത്തിയ ടീച്ചറിന്റെ പ്രശ്നമാണ്. അത് എന്തൊക്കെയാണെന്ന് നമ്മളെ പരീക്ഷ പേപ്പർ നോക്കിയ സാറും കൂടെ ഉണ്ട്. സാർ ആ കുട്ടിയുടെ 103-687 ഒന്ന് എടുക്കോ സാറേ, മലയാള സെക്കൻഡ് പേപ്പർ. 103 അല്ലേ? അതെ. ലിജിന്റെ ഈ മലയാളം പരീക്ഷയിൽ ചെറിയ മിസ്റ്റേക്കുകൾ വന്നിട്ടുണ്ട്. ഒരു 22 മാർക്ക് നമ്മൾ കൂടുതൽ ഇട്ടു. അതിലൊരു സേ എഴുതേണ്ടി വരും കേട്ടോ മിക്കവാറും പയ്യൻ. ബാക്കിയെല്ലാത്തിനും നല്ല മാർക്ക് ഉണ്ടല്ലേ? ബാക്കിയെല്ലാത്തിനും നല്ല മാർക്കുണ്ട്. എന്ത് പറ്റി മോനിപ്പോ, എന്ത് പറ്റി ഇങ്ങനെ വരാനായിട്ട്? എന്ത് പറ്റിയാ എന്തോ അറിയില്ല. അല്ല, നിങ്ങളെ വീട്ടിലങ്ങ് ശ്രദ്ധിക്കാറില്ലേ? സാധാരണ മാതാവിന്റെ പേരെന്താണ്? ലിസി. സാറിന് മലയാള സാറല്ലേ? അപ്പൊ ഇവന്റെ കൂടെ വേറൊരു ഇരട്ടാളാണ്. ഇപ്പൊ പരീക്ഷ പേപ്പറിൽ അറിയില്ലല്ലോ ഇരട്ടയാണോ ഒറ്റയാണോ എന്നൊന്നും. നമുക്ക് ഒരു പ്രശ്നമുണ്ട്. പേരെഴുതി വരുന്നു, നമ്മള് അങ്ങ് മാർക്ക് ഇടുന്നു. ആ ഇരട്ടക്കുട്ടിയുടെ പേരെന്താ? ഈ ഇരട്ടക്കുട്ടിയുടെ അച്ഛനുണ്ടോ അവിടെ? ഇല്ല, ഇവിടെ ഇല്ല. എന്തോന്നാണ് ഈ കുട്ടി എഴുതി വെച്ചേക്കുന്നത്? ആദ്യം കണ്ടപ്പോ ഞാൻ പെട്ടെന്ന് അങ്ങ് മാർക്ക് കിട്ടുപോയി. വിപരീതമതം എല്ലാവരും പഠിച്ചു വന്നിട്ടുണ്ടല്ലോ. രാത്രി പകൽ. ഓ, എന്തൊരു ഓർമ്മ ശക്തിയാ എന്റെ അമ്മേ. ഒന്ന് നിർത്തോ? എഴുന്നേറ്റ് അവിടെ. എന്റെ ദൈവമേ. ഈ കുട്ടിയുടെ പരീക്ഷ സെന്റർ കടക്കാവൂർ സ്കൂൾ അല്ലേ? അതെ. പക്ഷെ ഇങ്ങനെ വരുന്നതല്ല. എന്താണ് പറ്റിയത്? പഠിക്കത്തില്ലായിരുന്നു? ആ പേപ്പർ ഞാൻ സാറേ ചിട്ടിക്ക് കൊടുക്കുള്ള കാശ് അതങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കത് മനസ്സിലാകത്തില്ല. പരീക്ഷ പേപ്പറിലെ എനിക്ക് ജലദോഷമാണെന്ന് പറഞ്ഞു കഴിഞ്ഞാല് എനിക്കറിയാൻ പറ്റില്ല. അല്ലെങ്കിൽ നിങ്ങൾ മരുന്നിന്റെ കുറിപ്പടിയെങ്കിലും വെക്കണമായിരുന്നു പിൻ ചെയ്ത്. പിന്നെ എനിക്കറിയില്ല. മലയാളം വിട്ടിട്ട് ഹിന്ദി എങ്ങനെ പഠിപ്പിച്ചാൽ മതിയായിരുന്നു. ഒരു കാര്യം ചെയ്യും, ഈ സുധാര മാഷ് ഇതുവരെ ഒരിക്കലും അങ്ങനെ ചെയ്തിട്ടില്ല. D+ എന്ന് പറയുന്നത് പോലും നിങ്ങൾക്ക് ഉയർന്ന പഠനത്തിന് അർഹത നൽകുന്ന ഒരു ഗ്രേഡാണ് അത്. മാർക്ക് ഇട്ട് ജയിപ്പിക്കാനായിട്ട് ഇതിൽ എന്തെങ്കിലും ഉണ്ടെങ്കിലല്ലേ മാർക്ക് ഇടാൻ പറ്റുള്ളൂ. ഞാൻ എങ്ങനെ അന്തരീക്ഷത്തിൽ നിന്ന് ഈ എഴുതി വെക്കുവോ? ഞാൻ എന്റെ കൈയക്ഷരം പിടിക്കത്തില്ലേ? പിന്നെ എനിക്കറിയില്ല. അച്ഛനും അമ്മയ്ക്കും വിശദമായിട്ടൊരു കത്ത് എഴുതാൻ പറഞ്ഞപ്പോഴത്തേക്ക് അത് 6 വരിയിൽ എഴുതി വെച്ചിട്ട് ബാക്കി വീട്ടിൽ ചെന്ന് പറഞ്ഞോളാന്ന് പറയുന്ന കുട്ടിക്ക് ഞങ്ങൾ എങ്ങനെ മാർക്ക് ഇടും? അച്ഛൻ ഗൾഫിലാണോ? അമ്മ എഴുതി വെച്ചേക്കുന്നത് അച്ഛൻ ഗൾഫിലാണ്. അതുകൊണ്ട് അച്ഛൻ ഇവിടെ നിന്ന് കത്ത് എഴുതിയ കിട്ടൂല. 3 ദിവസം കഴിഞ്ഞാൽ അങ്ങ് എത്തുള്ളൂ. അല്ലെങ്കിൽ ഞാൻ വിളിച്ചു പറയാം. കണ്ടകാവ്യം എഴുതാൻ പറഞ്ഞ സ്ഥലത്ത് കണ്ടകാവ്യങ്ങളാണ് എഴുതി വെച്ചേക്കുന്നത്. 3 പുറത്തിൽ കവിയാതെ എഴുതാൻ പറഞ്ഞപ്പോ ഫ്രണ്ട് ഇരുന്ന കൊച്ചിന്റെ പുറം മൊത്തം. സാർ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് വയ്യ 103-687 ഉപരിപഠനത്തിന് പോണ്ടവൻ. പിന്നെ അങ്ങനെ അതല്ലല്ലോ നിങ്ങൾ സാറിന് അങ്ങനെ പ്രത്യേക താല്പര്യം വല്ല ഉണ്ടെങ്കിൽ ഇട്ടോളൂ. ഇതുവരെ എന്റെ ഒഫീഷ്യൽ ജീവിതത്തിൽ, എന്റെ അധ്യാപന ജീവിതത്തിൽ ഞാൻ ഇതുപോലെ ഒരു വിദ്യാർത്ഥിയെ കണ്ടിട്ടില്ല, ഒരു രക്ഷാർത്ഥാപനെ കണ്ടിട്ടില്ല, ആരെയും കണ്ടിട്ടില്ല. സുധാകരൻ സാറ് കമ്പ്യൂട്ടർ തല്ലി പൊള്ളിച്ചെന്ന് ഇവിടെ ഒരു പേര് വരരുത്. പിയൂണിനെയൊക്കെ പിടിച്ച് ഇവിടെ അപ്പോയിന്റ്മെന്റ് ചെയ്ത് എന്നെ വേണമെന്നല്ല. നിങ്ങൾ കാര്യം പറ ലിസി. അവന്റെ കൊടുത്ത് ഫോൺ നമ്പർ കൊടുത്ത്. ആ മലയാള സെക്കൻഡില് ആ 3ാമത്തെ അധ്യായം ഒന്ന് പറഞ്ഞ കേൾക്കട്ടെ. നോക്കിയാ നീ ഇങ്ങോട്ട് സാറേ 103-687 വേണ്ട, അതെന്റെ പലതിനെ കണക്ക്. അയ്യോ, മൊത്തം കണക്കിന്റെ പേപ്പറാണ്. ഇത്രയും കട സാറേ നിങ്ങൾക്ക്? പിന്നല്ല, ജീവിക്കേണ്ടേ. സ്കൂളിൽ നിന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുന്നുണ്ട്? ഹലോ, ഒന്നുകിൽ ലിജിൻ സേ എഴുതേണ്ടി വരും, അല്ലെങ്കിൽ ലിജിന്റെ അമ്മ ലിസി എസ് എഴുതേണ്ടി വരും. അല്ലെങ്കിൽ ലിസി മോനെ പറഞ്ഞ് മനസ്സിലാക്കുക. കൃത്യമായിട്ട് ഞങ്ങളുടെ ഓഫീസിൽ വന്ന് ഇവിടെ ഇരുന്ന് വേണമെങ്കിൽ കുട്ടിയെ ക്ലാസ്സിൽ ഇരുത്തി പരീക്ഷ എഴുതാനുള്ള ഒരു പരിപാടി വേണമെങ്കിൽ ഞങ്ങൾ അവന്റെ ഫുൾ ഒരു ദിവസത്തെ ചെലവ് കംപ്ലീറ്റ് ഞാൻ സുധാര സാറും. എന്ത് പറയുന്നു? അവനോട് ചോദിച്ചാണ് നാളെ എഴുതാൻ പറ്റുമെന്ന് ചോദിച്ചു. തയ്യാറാണോ ചോദിച്ചാണ്. ആർ യു റെഡി എന്ന് ചോദിക്കേ. ഡീൽ ഓർ നോ ഡീൽ എന്ന് ചോദിച്ചാലും മതി. ഇല്ല, അവനെ കൊച്ചു ടിവിയിൽ കൊണ്ടിരുത്തുമെന്ന് പറഞ്ഞു. തയ്യാറ് തന്നെ. വീട് എവിടെയാണ് നിങ്ങളുടെ? വീട് നമ്മള് ഇപ്പൊ എന്റെ അമ്മയുടെ വീട്ടിലുണ്ട്. അല്ല, അങ്ങനെ നിങ്ങളുടെ കുടുംബക്കാരും അല്ലേ വെച്ച വീട് എവിടെ? വീട് മുതുവിള ഒരു പന്തല് കെട്ടി എല്ലാവരും അങ്ങ് ഇരുന്ന് എഴുതിയാൽ മതി. അല്ല, ഞങ്ങൾക്ക് ഇതും കളഞ്ഞിട്ട് വരാനുള്ള സമയമില്ല. ലിസി ചേച്ചി, റെഡ് FM ഹലോ മൈ ഡിയർ റോങ് നമ്പർ എന്നാണ് ഷിഫിനും രാജേഷ്. Hello, my dear wrong number.